ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് എൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ടീച്ചർ ഞങ്ങളെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ്. അതൊക്കെയാണ് ഞാൻ ഇന്ന് പ്രോഗ്രാം ആക്കിയിട്ട് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ്, ക്ലാസ്സൊക്കെ മിസ്സായിട്ടാണ് ഞങ്ങൾ ഡാൻസൊക്കെ പഠിക്കുക. അപ്പോൾ അതിൽ കുറേ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ 13 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്നും ടൈം കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ടീം 1 ടീം 2 അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ടീച്ചർ കുറച്ച് ലിപ്സ്റ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ ഞാനില്ല എന്നെ കാണിച്ചിട്ടുണ്ട്. ടീച്ചറിൻ്റെ 2 മക്കളുണ്ട്, അവരവിടെ കളിക്കുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ റീൽസൊക്കെ എടുത്തിരുന്നു. പിന്നെ ഇവിടെ നല്ല തിരക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങളെ മേക്കപ്പ് കഴിഞ്ഞു, ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ തൊട്ട് കളിച്ചതാണ്. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ആയിട്ട് ഇതെൻ്റെ ക്ലാസ്സാണ് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഇടയിൽ കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഇതാണ് എൻ്റെ സ്കൂൾ. ഇത് മഡാണ്, സിസ്റ്റർമാരുടെ മഠം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ ഇതിന് കുറച്ച് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്, ആനുവൽ ഡേ സ്റ്റേജ്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ കളി. അപ്പോൾ നമ്മളിവിടെ രാവിലെ 12 മണി വരെയാണ്. 12 മണിക്ക് 10 മണിക്ക് അങ്ങോട്ട് എത്തിയതിന് ശേഷം മുഖമൊക്കെ കഴുകി നല്ല മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി. ഇതാണ് എൻ്റെ കൂട്ടുകാരി കേട്ടോ. എൻ്റെ അമ്മയോട് എന്തിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് ടീം 2 ആണിത്. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് കൃഷ്ണശ്രീ. അപ്പോൾ ഞാൻ അവളും കൂടി കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കൂടി റീൽസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കുറേ റീൽ കയ്യിലുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ആ റീൽക്ക് ഇതിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണേ. അത് മാത്രമല്ല പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണൊക്കെ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും കൃഷ്ണശ്രീയും അവിടെ ഗ്രാനി കളിക്കാം കേട്ടോ. ഗ്രാനി അവളുടെ അമ്മയുടെ ഫോണിൽ ഞങ്ങൾ കളിക്കാം. പിന്നെ ഞങ്ങൾ അങ്ങനെ ആടും പാട്ടും. ഞങ്ങൾ 10 മണിക്ക് വന്നിട്ട് 8 മണിക്കാണ് ഞങ്ങളെ പ്രോഗ്രാം. അതാണ് എൻ്റെ സിസ്റ്റർ, ക്ലാസ് സിസ്റ്റർ, എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് പറയും. അതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. പിന്നെ ആ ടീച്ചർ അവരൊക്കെ തിരക്കിലാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങളുടെ ഡാൻസ് ആയ കാരണം. പിന്നെ അതാണ് ടീം 2. ബാക്കിൽ വരുന്നതാണ് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല ഇഷ്ടമായി. രാത്രിയാണ് നമ്മൾ പ്രോഗ്രാം കേട്ടോ. വൈകാതെ തന്നെ ഈ വീഡിയോയിൽ അത് ഫുള്ള് ഇടും കേട്ടോ. ഡാൻസ് ടീച്ചറും മോൻ ഞങ്ങളൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവളൊപ്പം വന്നു. ഞങ്ങളെ ക്ലാസ്സിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറേ ടീച്ചർമാരൊന്നുമില്ല, ആകെ 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ നല്ലോണം ഇതാണ് ടീം 2. അവിടെ ഫോട്ടോ സെഷനാണ് കേട്ടോ. പിന്നെ ഇത് അപ്പൂനെ കളിപ്പിക്കാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറേ ആടും പാട്ടായിട്ട് ഞങ്ങൾ ടൈം പാസിനായിട്ട്. ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹൈസ്കൂൾ സെക്ഷനാണ് കേട്ടോ. ഇവിടെ 5, 6, 7, 8, 9, 10 അങ്ങനെയുള്ള ഒരു സ്കൂളാണ്. നല്ല അലങ്കരിച്ചിട്ടുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇതാണ് ആനുവൽ ഡേയുടെ സ്റ്റേജ്. അപ്പോൾ അവിടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് അവിടെ കുറേ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ മരിയ അവരൊക്കെ വിളക്ക് കൊളുത്താണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഡാൻസാണ് കേട്ടോ. ഇതിന് മുമ്പ് കുറേ ഡാൻസുകളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഡാൻസാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. രാത്രിയായല്ലോ. പിന്നെ ഞങ്ങളുടെ അമ്മമാർക്ക് ഫ്ലവേഴ്സ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. എൻ്റെ ടീമിലുള്ള ആൾക്കാരുടെ അമ്മയാണ് കേട്ടോ. പക്ഷേ ഡാൻസ് ടീച്ചർക്ക് ഫ്ലവേഴ്സ് എല്ലാം ഒതുക്കി വയ്ക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും വെക്കുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ എൻ്റെ ഡാൻസ് തന്നെ തുടങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാം വാച്ച് ചെയ്യണം, ഇത് കാണണേ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡാൻസുകൾ നമ്മൾ കാണിക്കും. ഇതാണ് ഞങ്ങൾ കേട്ടോ. അയ്യോ, ഇതിൻ്റെ ബാക്കിൽ വരുന്നതാണ് ഞാൻ. എൻ്റെ സ്ഥലമൊക്കെ മുന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ഡാൻസ് കണ്ടോളൂ കേട്ടോ. അപ്പം ഞാൻ സോങ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം